ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഹോട്ട് ആൻഡ് സ്പൈസി മിക്സ് ആണ്. രണ്ട് ബ്രാൻഡാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോണത്, നോറും മാഗിയുടെ ഹോട്ട് ആൻഡ് സ്പൈസി മിക്സും. ഒരു ഡിഫറെന്റ് ടൈപ്പ് കുക്കിംഗ് മെത്തേഡാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓവൻ ബാഗിൽ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ പോണത്. പാക്കറ്റിന്റെ മേളത്തെ ലെയർ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഓവൻ ബാഗ് കിട്ടും. ഈ ഓവൻ ബാഗ് കാണുമ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്തോട്ട് പലഹാരങ്ങളും ഭക്ഷണവും ഒക്കെ പാക്ക് ചെയ്യുന്ന പാക്കിംഗ് കവർ പോലെ ഉണ്ട്. ഇതിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് സേഫ് ആണോ? ഓവൻ ബാഗ് ക്ലോസ് ചെയ്യാൻ ഒരു ടാഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്ന രീതിയിൽ കുക്ക് ചെയ്യാം. ഒരു 950 ഗ്രാം ചിക്കൻ എടുക്കാം. ഞാൻ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ആണ് എടുത്തിരിക്കുന്നത് വിത്ത് സ്കിൻ. ഇനി നമുക്ക് ആ ചിക്കൻ ഓവൻ ബാഗിൽ ഫില്ല് ചെയ്യാം. മീഡിയം കട്ട് ചെയ്ത നോർമൽ ചിക്കൻ വിത്തൗട്ട് സ്കിന്നും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ചിക്കൻ എല്ലാം ഓവൻ ബാഗിൽ ഫില്ല് ചെയ്തതിനു ശേഷം സെക്കൻഡ് ലെയറായ ആ മസാല മിക്സ് പൊട്ടിക്കാം. മസാല പൊട്ടിച്ച് നമുക്ക് നേരെ ഓവൻ ബാഗിലെ ചിക്കന്റെ മേളിലോട്ട് മസാല ഇടണം. നോറിന്റെ ഹോട്ട് ആൻഡ് സ്പൈസി മസാല മിക്സിന് ഒരു നല്ല അരോമയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഓവൻ ബാഗിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ടാഗ് വെച്ച് ആ ബാഗ് ഒന്ന് ക്ലോസ് ചെയ്യണം. കുറച്ച് ഗ്യാപ്പ് ഇടാൻ മറക്കരുത്, കാരണം കുക്ക് ചെയ്യുമ്പോൾ ബാഗ് വീർത്ത് വരും. ഇനി ആ ബാഗിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എല്ലാ ചിക്കന്റെ പീസിലും മസാല നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി പാക്കറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാഗിയുടെ ഹോട്ട് ആൻഡ് സ്പൈസി മസാല മിക്സ് പ്രിപ്പയർ ചെയ്യാം. 950 ഗ്രാം ചിക്കൻ ഡ്രം സ്റ്റിക്ക് എടുക്കുന്നു. ഓവൻ ബാഗിലോട്ട് ചിക്കൻ ഡ്രം സ്റ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. മാഗി ഹോട്ട് ആൻഡ് സ്പൈസി മസാല മിക്സ് ചിക്കന്റെ മേളിലോട്ട് ഇട്ടതിന് ശേഷം ബാഗ് ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു. മാഗിയുടെ ഹോട്ട് ആൻഡ് സ്പൈസി മസാല മിക്സിനാണ് കുറച്ചുകൂടെ അരോമ ഫീൽ ചെയ്യുന്നത്. കുറച്ച് ചില്ലി റെഡ് കളർ കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഓവനിലെ മേളിലത്തെ ബേർണർ ഓൺ ആക്കി 15 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ബ്രോയിൽ ചെയ്യാൻ വെക്കാം. ഒരിക്കലും ഫ്ലെയിമിന്റെ അടുത്ത് ചിക്കൻ വെക്കരുത്. ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് റാക്കിൽ വെച്ച് 50 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം നമുക്ക് മാഗിയുടെ ഹോട്ട് ആൻഡ് സ്പൈസി മസാല മിക്സ് ഉള്ള ഓവൻ ബാഗ് പൊട്ടിച്ചതിന് ശേഷം അതിലുള്ള ചിക്കൻ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല കിഡിലൻ സ്പൈസി അരോമ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചിക്കനൊക്കെ നല്ല രീതിയിൽ വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. നല്ല കിഡിലൻ അരോമയുള്ള ഹോട്ട് ആൻഡ് സ്പൈസി ജ്യൂസി ഡിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാഗിയുടെ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കുക്കായിട്ടുണ്ട്. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ കിഡിലൻ സ്പൈസി ടേസ്റ്റ് തന്നെ, നല്ല കിഡിലൻ അരോമയും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും. ഇനി നമുക്ക് നോറിന്റെ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ പൊട്ടിച്ച് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നോറിന്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ അറബിക് ടച്ചുള്ള ഒരു ഫ്ലേവർഫുൾ അരോമയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ ജ്യൂസി ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോറിന്റെ കുക്കിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് കീറിപ്പോയതുകൊണ്ട് ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള പീസ് ആ ഗ്രേവിയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അറബിക് ടച്ചുള്ള ഒരു ഫ്ലേവർഫുൾ മസാലയാണ്. നോറിന്റെ ഹോട്ട് ആൻഡ് സ്പൈസി മസാല മിക്സ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഓവൻ ബാഗിൽ കുക്ക് ചെയ്യുന്ന ചിക്കൻ നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിട്ടാണ് കുക്ക് ചെയ്ത് കിട്ടുന്നത്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാൻ. ഈ രണ്ട് ഫ്ലേവേഴ്സ് മാഗി ഹോട്ട് ആൻഡ് സ്പൈസിയും നോർ ഹോട്ട് ആൻഡ് സ്പൈസിയിലും ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. രണ്ടിനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നോറിനൊരു അറബിക് ടച്ചുള്ള ഒരു മസാലയാണെങ്കിൽ മാഗിക്കൊരു ഇന്ത്യൻ ടച്ചുള്ള മസാല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്ലൈറ്റ്ലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാഗിയുടെ ഹോട്ട് ആൻഡ് സ്പൈസി മിക്സ് തന്നെയാണ്. ഈ രണ്ട് ഫ്ലേവേഴ്സും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ഇടണേ. ഇതുപോലത്തെ വ്യത്യസ്തമായ ഫുഡ് പ്രോഡക്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.